കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കൗസല്യേ, എനിക്കൊരൽപ്പം തിരക്കുണ്ടായിരുന്നു. അയ്യോ, കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് പോയാ പോരെ? ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ. അത്യാവശ്യം കുറച്ച് ജോലി ഉള്ളതുകൊണ്ടാ, ഒന്നും വിചാരിക്കല്ലേ. കണ്ടോ ദേവാ, വന്നവരൊക്കെ വന്ന വഴി തിരിച്ചു പോവാ. അച്ഛൻ ഓരോരുത്തരെയും നേരിട്ട് പോയി ക്ഷണിച്ച് നിന്റെ പിറന്നാൾ ആഘോഷവും മാളവികയ്ക്ക് സ്വത്തെഴുതി കൊടുക്കലും ആഘോഷമായിട്ട് നടത്താൻ തീരുമാനിച്ചതാ. ഇപ്പൊ വിളിച്ചു വരുത്തിയവരുടെ മുന്നിൽ നാണം കിട്ടില്ലേ? എങ്കിൽ ശരിയമ്മേ. പിന്നെ ഈ കേക്ക് കട്ട് ചെയ്യുന്നതിലൊന്നും വലിയ കാര്യമില്ലമ്മേ. എല്ലാവരും നല്ല ആശംസകൾ കൊണ്ട് എന്നെ കുളിപ്പിച്ച് കിടത്തിയില്ലേ, അത് തന്നെ ധാരാളം. എന്റെ വൈദേഹി ഇല്ലാതെ ഞാൻ കേക്ക് കട്ട് ചെയ്യില്ല. പിന്നെ വേണമെങ്കിൽ മാളവികയ്ക്ക് കൊടുക്കേണ്ടത് കൊടുത്തോളൂ. മോൻ പറഞ്ഞതും ശരിയാണ് മോനെ. എന്നാ പിന്നെ അങ്ങനെ നടക്കട്ടെ. വക്കീൽ സാറേ, ആ ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കിക്കോളൂ. യെസ്, ഇത്രയും നാളും കാത്തിരുന്നത് ഈ സുവർണാവസരത്തിന് വേണ്ടിയാ. പോയവള് എന്തായാലും മാഡത്തിനെ വിളിച്ച് കാര്യം പറഞ്ഞേക്കാം. എടാ, നീ എന്തായാലും മാഡത്തെ വിളിച്ച് കാര്യം പറയാൻ നോക്കാം. ഈ കൊട്ടേഷൻ പാർട്ടിക്ക് ഫോൺ ചെയ്യാൻ കണ്ട നേരം. ഹലോ, ആ പറയ്. മാഡം, വൈദേഹി രക്ഷപ്പെട്ട് കടന്നു കളഞ്ഞു. അതെങ്ങനെ രക്ഷപ്പെട്ടു എന്നോ? ഇങ്ങനെ വിളിച്ചു പറയാൻ നാണല്ലോ നിങ്ങൾക്ക്? ഇത്രയും പേരുണ്ടായിട്ടും എങ്ങനെ രക്ഷപ്പെട്ടു അവള്? മറ്റുള്ളവരാരും പോട്ടെ, നീ എന്തെടുക്കായിരുന്നു? എന്റെ കണ്ണു വെട്ടിച്ച് അവള് രക്ഷപ്പെട്ടു മാഡം. നമ്മൾ വിചാരിച്ച പോലെ അവള് നിസ്സാരക്കാരിയല്ല. അവിടത്തെ കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ല മാഡം. ഇല്ല, എല്ലാം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അവള് രക്ഷപ്പെട്ടിട്ട് എത്ര നേരമായി? ഇപ്പോഴാ മാഡം. ശരി, അവിടെ മൊത്തം അരിച്ചു പറക്ക്. എങ്ങനെയെങ്കിലും അവളെ പിടികൂടിയേ പറ്റൂ. ശരി മാഡം. അതിനുള്ളിൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. ഓക്കെ മാഡം, ആയിക്കോട്ടെ മാഡം. മോളെ മാളവികേ, ദാ വരുന്നു അമ്മായി. എങ്ങനെയെങ്കിലും അവളെ ഒന്ന് കണ്ടുപിടിക്കും. ആയിക്കോട്ടെ മാഡം. നിങ്ങൾ അവിടേക്ക് ഒന്ന് പോയി നോക്കിയേ. എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലെത്തണം, അല്ലെങ്കിൽ അവിടെ മാളവിക എല്ലാം കൈക്കലാക്കും. പെട്ടെന്ന് വാ ചേച്ചി, വാടാ.
ചേച്ചി വാ ചേച്ചി വാ. रुद्राध्याय प्रश्न महामन्त्रस्य अघोर ऋषिः अनुष्ठुप्छन्दः संकर्षण. മോള് ജനിച്ച സമയത്ത് മോളുടെ അമ്മയ്ക്ക് വേണ്ടി എഴുതി മാറ്റിവെച്ചിരുന്നതായിരുന്നു. ഏതായാലും അത് മോൾക്ക് തരാനെങ്കിലും ഞങ്ങൾക്ക് കഴിഞ്ഞല്ലോ. സന്തോഷമായിട്ട് സ്വീകരിച്ചോ മോളെ. അമ്മായി, ഇതൊന്നും എനിക്ക് വേണ്ടായിരുന്നു. നിന്റെ അമ്മാവൻ എന്തെങ്കിലും തീരുമാനിച്ചാ അത് അദ്ദേഹം നടത്തിയിരിക്കും മോളെ. ഇഷ്ടപ്പെട്ട് തരുന്നതല്ലേ, സന്തോഷായിട്ട് സ്വീകരിച്ചു. എതിര് പറയല്ല മോളെ. ദേവട്ടാ, അച്ഛാ, എല്ലായിടത്തും നോക്കി വൈദ്യ ചേച്ചി കാണുന്നില്ല. വാവ്, നീ എല്ലായിടത്തും നോക്കിയായിരുന്നു വിനയ? മാളവികെ, നീ അതിൽ ഒപ്പിടുമോളെ. നിക്കുമച്ചാനെ, ഒരു മിനിറ്റ് നിക്ക്. മച്ചാനെ, മച്ചാനെ. എന്താ മാധവ? ചേച്ചി, എന്താ നിനക്ക് പറ്റിയേ? ചേച്ചി. വാ. വൈദേഹി, എന്തു പറ്റി? ഇതിനിടയ്ക്ക് നീ എവിടെ പോയതാ? വൈദേഹി, എന്താ പറ്റിയേ? വൈദേഹി, എന്താ വൈദേഹി, എന്താ പറ്റിയേ? മോളെ, എന്താ പറ്റിയേ? എന്താ പറ്റിയേ? വൈദേഹി, നീ എവിടെ പോയതാ? വൈദേഹി, എന്താ പറ്റിയേ? കാര്യം പറയും മോളെ, ഞങ്ങൾ ആകെ പേടിച്ചുപോയി. പറയാതെ ഇങ്ങനെയാണ് ഇറങ്ങി പോവുക. നല്ല ക്ഷീണമുണ്ട് മോൾക്ക്, സംസാരിക്കാനും പറ്റുന്നില്ല. എടാ വിനയ, ചെന്ന് ഇത്തിരി വെള്ളം എടുത്തോണ്ട് വാ. ആ ശരി. എല്ലാം വേസ്റ്റ് ആയി പോയല്ലോ. ആ, ഇതാ. വൈദേഹി, ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ട്? ഇവളെങ്ങനെയാ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്? ഇപ്പൊ നടന്നതൊക്കെ പറഞ്ഞ ഭാഗം വെക്കൽ അവിടെ നിൽക്കുമല്ലോ. രക്ഷപ്പെട്ട് ചാടിപ്പോന്നത് കൊണ്ട് നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല.
നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും വരില്ല. എനിക്ക് കിട്ടാനുള്ളത് എന്റെ കയ്യിൽ കിട്ടിയിരിക്കും. ഇതെന്താ ഇവൾ എന്നെ നോക്കിച്ചിരിക്കുന്നേ? അവളെന്തോ വിജയിച്ച മട്ടാണല്ലോ. ഇത്ര അത്യാവശ്യമായിട്ട് ഈ സമയത്ത് നീ എവിടെയാ പോയത്? ഞാനെല്ലാം പറയാം ദേവേട്ട. ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഇവിടെ നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കട്ടെ ദേവേട്ട. പേടിക്കണ്ട അച്ഛാ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഇതെന്താ തടസ്സം പറയുമെന്ന് കരുതിയപ്പോ ഇവളുടെ പ്ലാൻ വേറെയാണല്ലോ. എന്തൊക്കെയോ പന്തികേടുണ്ട്. ഇതെന്താ ഇവള് കാലുമാറിയ? ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണോ അതോ വേറെ വല്ല പദ്ധതി ഒരുക്കിയിട്ടുണ്ടോ? കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പത ആനശൃണ്വന്നോതിവിശ്വേദസാദനം അസ്യ ശ്രീരുദ്രാധ്യായ പ്രശ്നമഹാമന്ത്രസ്യ അഘോര ഋഷിഃ അനുഷ്ഠുച്ഛന്ദഃ സംകർഷണമൂർത്തിസ്വരൂപോ യോസാവാദിത്യഃ പരമപുരുഷസ്യ യേഷ രുദ്രോ ദേവത. പെട്ടെന്ന് ഒപ്പിടും മോളെ. परमपुरुषस्य एष रुद्रो देवता नमः शिवायेति बीजम् शिवतरायेति शक्तिः. പാമ്പ് പാമ്പ്. ആരും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. വിനയാ അല്ലേ? ആ ശരി. വിനയാ സൂക്ഷിച്ചേ. പാമ്പ് അതിന്റെ വഴിക്ക് പോയച്ചാ. മോളെ മാളവികെ, മോള് പേടിക്കാതിരിക്കെ. പാമ്പ് അതിന്റെ വഴിക്ക് പോയല്ലോ. മോള് പെട്ടെന്ന് അതിൽ ഒപ്പിട്.
എന്തു പറ്റി അമ്മാവ? എന്താ ഇങ്ങനെ? എന്താണെന്നാ ഞാൻ പറയണ്ടേ മോളെ? എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു വലിയ മുറിവാണത്. നിന്റെ ചെറുപ്രായത്തില് ഇതുപോലെ നിന്റെ അമ്മയെയും എല്ലാം ഏൽപ്പിക്കാൻ ഞാൻ ശ്രമിച്ചതാണ്. പക്ഷേ അന്നും ഇതുപോലൊരു സംഭവം ഉണ്ടായി. നാരായണൻ നമ്പ്യാരെ, പറഞ്ഞോളൂ. ആസ്തിയുടെ പകുതി ഭാഗം എന്റെ അളിയന്റെ പേരിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുക. അതും എത്രയും പെട്ടെന്ന് വേണം. ആയിക്കോട്ടെ, ഇപ്പൊ തന്നെ റെഡിയാക്കിയേക്കാം. ഇതെന്താ എല്ലാരും ഇങ്ങനെ നോക്കുന്നേ? നിനക്കെന്ത് പറ്റി ഹൗസില്ല? ദാസേട്ടന്റെ ചുവട് പറ്റി നടക്കാനല്ലാതെ എനിക്കൊന്നും അറിയില്ല ഏട്ടാ. ദാസേട്ടൻ എടുക്കുന്ന ഏത് തീരുമാനവും എനിക്കും സമ്മതാണെന്ന് അറിയാലോ. അങ്ങനെ പറയില്ല ഏട്ടത്തി. എന്റെ വല്യേട്ടനേക്കാളും ഒത്തിരി പഠിപ്പും വിവരവും ഏട്ടത്തിക്കുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഇങ്ങനൊരു തീരുമാനത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. എനിക്ക് വല്യേട്ടന്റെ സ്നേഹം മാത്രം മതി. ദാസേട്ടാ, ശാന്തിയെ ഭാര്യയായിട്ട് കിട്ടിയ തന്നെ എന്റെ ഭാഗ്യമായിട്ട് കരുതുന്നേ. അതിൽ കവിഞ്ഞ് ഈ സ്വത്തിൽ എനിക്ക് യാതൊരു കമ്പമില്ല. എന്റെ അനുജത്തി ശാന്തി സകല ഐശ്വര്യങ്ങളോടും കൂടി ജീവിക്കുന്നതായി എനിക്ക് കാണേണ്ടത്. ഒരു കാര്യത്തിനും അവൾ ആരുടെ മുമ്പിൽ കൈ നീട്ടാൻ പാടില്ല. ആ കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ടറിയാം. അവൾക്ക് അവകാശപ്പെട്ടത് എന്നും അവളുടെ കൈ തന്നെ ഉണ്ടാവണം. അതുകൊണ്ട് സ്വത്തിന്റെ പകുതി ഞാൻ നിങ്ങളുടെ പേരിലേക്ക് എഴുതി വയ്ക്കുക. ബന്ധുവായ എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് എവിടുന്നോ കേറി വന്നൊരു തെണ്ടിക്ക് അനിയത്തിയും കൊടുത്ത് ആസ്തി എഴുതി വെക്കാൻ പോകുന്നു. വേണ്ട ദാസേട്ടാ, ശാന്തിയും ഞാനും തമ്മിൽ ഇഷ്ടമെന്നറിഞ്ഞപ്പോ സ്റ്റാറ്റസിനെ കുറിച്ച് പോലും ചിന്തിക്കാതെ ശാന്തി എനിക്ക് തന്നു. അതിൽ കവിഞ്ഞ് ഇതൊക്കെ എനിക്ക് തന്ന ആരെങ്കിലുമൊക്കെ ഇതെല്ലാം മോഹിച്ചാണ് ഞാനിവളെ കെട്ടിയെന്നൊക്കെ പറയും. എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല എന്ന് കരുതി ദാസേട്ടന്റെ വാക്കുകൾക്ക് മറുവാക്കുമില്ല. കൊടുക്കാനുള്ളത് ശാന്തിയുടെ പേരിലോ ഏട്ടന്റെ അനന്തരവളുടെ പേരിലോ എഴുതിയാൽ മതി. എന്റെ പേരിൽ എനിക്കൊന്നും വേണ്ട. ദാസ, നമ്മുടെ ശാന്തി മോള് നല്ലൊരാളെ തന്നെ ഇഷ്ടപ്പെട്ടതല്ലേ? എന്തായാലും ഇനി നിർബന്ധിക്കണ്ട. ശാന്തിയുടെ പേര് തന്നെ എഴുതി കൊടുക്ക. ശരിയാ ദാസേട്ടാ. വല്യേട്ടാ, എന്റെ പേരിൽ എനിക്കൊന്നും വേണ്ട. അനന്തരവളുടെ പേരിൽ എഴുതിയാ മതി. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ദശരഥരാമവർമ്മേ, നിങ്ങൾ പറഞ്ഞ പോലെ സ്വത്തെല്ലാം അനന്തരവളുടെ പേരിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്. സന്തോഷായി. മോളെ ശാന്തമ്മേ, ഇപ്പോഴേ എന്റെ മനസ്സിന് ശരിക്കും സന്തോഷമായേ. ദാ ഇത് വാങ്ങിച്ചോളൂ. ദാസേട്ടാ, പാമ്പ്! മഹേഷേ, മഹേഷേ, ഏമാനെ, ഇവിടെ ഒരു പാമ്പ് പോന്നു. ഇപ്പൊ നോക്കിയാ ഏമാനെ. ഒന്നും പേടിക്കണ്ട ശാന്തമ്മേ. ശാന്തമ്മേ, ദാസ, പാമ്പ് കയറി വന്ന് നേരത്തെ ആസ്തി ഭാഗം വെക്കുന്നത് അശുഭ ലക്ഷണമാടാ. വേണ്ട മോനെ, തൽക്കാലത്തേക്ക് നീ ഇതൊന്നും മാറ്റിവെക്കേ. അമ്മേ, പാമ്പ് വന്നാൽ എന്താ? അതിന്റെ പേരിൽ നല്ല കാര്യം നിർത്തി വെക്കണോ? അതും ഇതും തമ്മിൽ ഏച്ച് കേട്ടാ നോക്കല്ലേ അമ്മേ. ശാന്തമ്മേ, ഇത് നിനക്കുള്ളതാ.
വാങ്ങിയിരി ശാന്തമ്മേ, മടിക്കണ്ട. സന്തോഷായിരിക്കണം. അന്ന് അമ്മ പറഞ്ഞത് അനുസരിക്കാതെ ഞാൻ ആ എഗ്രിമെന്റ് ശാന്തിക്ക് കൊടുത്തു. പക്ഷെ അന്ന് തന്നെ നടക്കാൻ പാടില്ലാത്തത് പലതും നടന്നു. അന്ന് തന്നെയാണ് നിന്റെ അച്ഛനും മരിച്ചത്. അതിന്റെ കാരണം ഞാനാണെന്ന് പറഞ്ഞ അമ്മ അന്ന് നിന്നെ കൊണ്ട് വീട് വിട്ട് ഇറങ്ങുകയും ചെയ്തു. പിന്നീട് സത്യം മനസ്സിലാക്കിയെങ്കിലും അവൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാനും കഴിഞ്ഞില്ല. കാലം ഇത്രയായിട്ടും ശാന്തമ്മയൊന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. പക്ഷെ നിന്നെ തിരിച്ചു കിട്ടിയതോടെ ശാന്തമ്മ എന്തെങ്കിലും തിരിച്ചു വരുന്നൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു. എന്നാ വീണ്ടും അതേപോലൊരു ചടങ്ങിനിടയ്ക്ക് പാമ്പെത്തിയിരിക്കുക.